ഓർഡർ. ചോദ്യോത്തരം. ശ്രീ KU ജനീഷ് കുമാർ, ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി. സർ, ദേവസ്വം ബോർഡിൻ്റെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന മുറയ്ക്ക് പ്രസ്തുത ദേവസ്വങ്ങൾക്ക് ബാധകമായ സ്പെഷ്യൽ റൂൾ പ്രകാരം വിജ്ഞാപനം പുറപ്പെടുവിച്ച് എഴുത്ത് പരീക്ഷ, പ്രായോഗിക പരീക്ഷ, ഇൻ്റർവ്യൂ എന്നിവ നടത്തി യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് റെഗുലേഷൻ 2016 ഉത്തരവ് പ്രകാരം അതിനുശേഷം 19/11/2019 ഭേദഗതി വരുത്തിയ പ്രകാരം കേരള ദേവസ്വം റിക്രൂട്ടിംഗ് ബോർഡ് വഴി നിയമന ശുപാർശകൾ നൽകി വരുന്നു. സർക്കാർ നിയന്ത്രണത്തിലുള്ള 5 ദേവസ്വം ബോർഡുകളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചി ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി, കൂടൽമാണിക്യം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി എന്നിവയിലെ പാരമ്പര്യ തസ്തികകളും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ തസ്തികകളും ഒഴികെയുള്ള എല്ലാ തസ്തികകളിലേക്കും ഉള്ള സ്ഥിര നിയമനങ്ങൾ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് മുഖേനയാണ് നടത്തി വരുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിലെ നിയമനങ്ങൾ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിലവിലുള്ള SLPC നമ്പർ 3789/2026 കേസിന്മേൽ പുറപ്പെടുവിച്ച 23/2/2024 ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നും വിവിധ തസ്തികകളിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒഴിവുകളിലേക്കുള്ള നിയമനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഗുരുവായൂർ ദേവസ്വം ഒഴികെയുള്ള ദേവസ്വം ബോർഡുകളിൽ നിന്നും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത മുറയ്ക്ക് അതിൻ്റേതായിട്ടുള്ള സംവിധാനങ്ങൾ നടക്കുന്നുണ്ട് ദേവസ്വം ബോർഡ് റിക്രൂട്ടിംഗ് ബോർഡ് വഴി. സാർ, ഇത് ഉത്തരം വളരെ ദീർഘമായതുകൊണ്ട് അത് ഞാൻ മേശപ്പുറത്ത് വയ്ക്കാം. ശ്രീ KU ജനീഷ് കുമാർ. സർ, ആദരണീയനായ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ശബരിമലയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി 30 കോടിയും ക്ലീൻ പമ്പ പദ്ധതിക്ക് 30 കോടി രൂപയും അനുബന്ധ റോഡുകളുടെ വികസനത്തിന് വേണ്ടി 15 കോടി രൂപയും അനുവദിച്ചിരുന്നു. പക്ഷേ ഈ ബഡ്ജറ്റിൽ ഞാൻ നോക്കിയിട്ട് അങ്ങനെ ഒരു തുക കാണുന്നില്ല. ശബരിമല തീർത്ഥാടകരുടെ സൗകര്യങ്ങൾ വരും വർഷങ്ങളിൽ മുൻകൂട്ടി കണ്ട് ഇടത്താവളങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി നടപ്പ് വർഷം ബഡ്ജറ്റിൽ തുക വല്ലതും വകയിരുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എത്രയാണെന്ന് വിശദീകരിക്കാമോ? മിനിസ്റ്റർ. സർ, കഴിഞ്ഞ തവണ വരുത്തിയ ബഡ്ജറ്റ് തുകയിൽ നിന്ന് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആ ദേവസ്വം ബോർഡുകൾക്ക് അനുവദിച്ച ബഡ്ജറ്റ് തുക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ പ്രതിയുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് KB പ്രദീപിനെ ദേവസ്വം വകുപ്പിൻ്റെ അഭിഭാഷകനായി നിയമിച്ചിരുന്നു. നിയമനം അഡ്വക്കേറ്റ് ജനറലിൻ്റെ ശുപാർശ അടിസ്ഥാനത്തിലായിരുന്നു. അങ്ങയുടെയോ ദേവസ്വം ബോർഡിൻ്റെയോ ശുപാർശ ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു? മിനിസ്റ്റർ. ഇങ്ങനെ ഒരു അഡ്വക്കേറ്റിനെ വെച്ചതായി ആരോപണം വന്നപ്പോൾ സാർ, ഈ നിയമിക്കപ്പെട്ട വക്കീലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഒരു വക്കീലായിരുന്നു. സ്വാഭാവികമായിട്ടും സാർ ഒരു കേസിൻ്റെ വരുമ്പോൾ ഒരു വക്കീലിനെ സ്വാഭാവികമായിട്ട് ഏൽപ്പിക്കാറുണ്ട്. സാധാരണ സാർ, ക്രിമിനൽ കേസുകളിലെ വക്കീൽമാർ പല കേസുകളിലും കേസ് ഏറ്റെടുത്തിട്ടുണ്ടാവും. പക്ഷേ ഒരു പർട്ടിക്കുലർ കേസ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുമ്പോൾ ആ വക്കീൽ അതിനോട് നീതി പുലർത്തുമെന്നുള്ളത് കൊണ്ടാണ് ഈ നിയമനം സർക്കാർ നടത്തിയതെങ്കിലും വിവാദമായ സ്ഥിതിക്ക് അദ്ദേഹം സ്വയം രാജിവെച്ച് പോയി. ശ്രീ V. ജോയ്. സാറേ, കേരള ചരിത്രത്തിൽ ആദ്യമായി ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ദളിത് ശാന്തിമാരെ നിയമിച്ചത് കഴിഞ്ഞ ഗവൺമെൻറ്റായിരുന്നു. എന്നാൽ പിന്നീട് ശാന്തിമാരല്ലാത്ത ചില നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന കാര്യങ്ങളിൽ ക്ഷേത്രങ്ങളിൽ കയറ്റാൻ പറ്റാത്ത അല്ലെങ്കിൽ കയറാൻ അനുവദിക്കാത്ത ചില പ്രശ്നങ്ങളുണ്ടായി. അത് വലിയ നിയമ നടപടികൾക്കും പിന്നീട് വിധേയമായി. എൻ്റെ ചോദ്യം, അത് ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകി ക്ഷേത്രങ്ങളിൽ നിയമിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുമോ? മിനിസ്റ്റർ. സാർ, ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ദേവസ്വം റിക്രൂട്ടിംഗ് ബോർഡാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത് സ്വതന്ത്ര അധികാരമാണ്. അതിൽ സാധാരണ സർക്കാർ ഇടപെടാറില്ല. മാത്രമല്ല, അതിൽ ഗുരുവായൂർ മാത്രമാണ് സ്റ്റേ ഉള്ളത്. മറ്റുള്ളതിനൊക്കെ ദേവസ്വം റിക്രൂട്ടിംഗ് ബോർഡിന് നിയമനം നടത്താനുള്ള അവകാശമുണ്ട്. അത് പൂർണ്ണമായിട്ടും അവരുടെ ചുമതലയാണ്. ആ ഒരു ഇതിൽ സർക്കാർ ഇടപെടാറില്ല. അത് അവർക്ക് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാം. ശ്രീ കാരായി രാജൻ. സർ, PSC നിയമനത്തിനുള്ള പ്രായപരിധി ഉയർത്തിയ സാഹചര്യത്തിൽ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴിയുള്ള നിയമനത്തിൻ്റെ പ്രായം ഉയർത്തുന്നത് പരിഗണിക്കാൻ സാധിക്കുമോ? അതോടൊപ്പം
വിവിധ ദേവസ്വങ്ങളുടെ കീഴിലുള്ള ജീവനക്കാരുടെ വേതന സേവന വ്യവസ്ഥകൾ വ്യത്യസ്തമാണ്. ഇവ ഏകീകരിക്കാൻ സാധ്യതയുണ്ടോ? യെസ് മിനിസ്റ്റർ. സാർ, ഇതിൽ ഈ ദേവസ്വം ബോർഡുകളുടെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട അംഗത്തിനറിയാം, ഈ മലബാർ ദേവസ്വം ബോർഡിൽ മാത്രമാണ് ഒരു വളരെ സാമ്പത്തിക പ്രയാസമുള്ളൊരു ദേവസ്വം ബോർഡെന്ന് പറയുന്നത്. കാരണം അതിലുള്ള ഓരോ ക്ഷേത്രങ്ങളും സ്വതന്ത്ര യൂണിറ്റുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവരവരുടെ ആ ക്ഷേത്രങ്ങളുടെ വരുമാനം, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മറ്റേ കൊട്ടിയൂർ ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ വരുമാനം അവരുടെ സെപ്പറേറ്റ് അക്കൗണ്ടിലാണുള്ളത്. നേരെ മറിച്ച് തിരുവിതാംകൂറിൽ അങ്ങനെയല്ല. 1250ഓളം ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുണ്ട്. അത് പൂർണ്ണമായിട്ട് ഈ ശബരിമലയുടെ വരുമാനം കൊണ്ട് ദേവസ്വം ബോർഡിൽ നേരിട്ടാണ് അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. കൊച്ചിയിൽ അത് തന്നെയാണ് സ്ഥിതി. പക്ഷേ മലബാറിൽ മാത്രം പഴയ ആക്ട് അനുസരിച്ചാണ്, പണ്ടത്തെ ഹിന്ദു റിലീജിയസ് ആക്ട് അനുസരിച്ചാണ്. കാരണം മലബാർ മുമ്പ് നമ്മുടെ തിരുവിതാംകൂറിൻ്റെ കൊച്ചിയുടെ ഭാഗമായിരുന്നില്ല, അത് മദിരാശിയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ട് ആ ആക്ട് അനുസരിച്ചായിരുന്നു കാര്യങ്ങൾ നടത്തിയിരുന്നത്. പക്ഷേ നിരന്തരമായി കേരള ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെടുകയും മലബാർ ദേവസ്വം ബോർഡ് വേണം എന്ന് നിർബന്ധം പറയുകയും ചെയ്തപ്പോഴാണ് മലബാർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചത്. പക്ഷേ വളരെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ ചുമതല എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക മാത്രമാണ്. ബാക്കിയെല്ലാം ഓരോ അമ്പലത്തിലെയും സ്വതന്ത്ര യൂണിറ്റുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ നിർദ്ദേശം പൊതുവായിട്ട് വന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരുപാട് വർഷങ്ങളായി. പക്ഷേ കേരളത്തിൽ മാത്രം തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നുള്ളതിന് പകരം ഏകീകൃത ദേവസ്വം ബോർഡ് വേണമെന്നൊരു നിർദ്ദേശമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ട് അതിലേക്ക് സർക്കാർ കടന്നിട്ടില്ല. ശ്രീ പി സുമോദ്. സാർ, ഇവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പലപ്പോഴും പോകുമ്പോൾ കാണുന്നൊരു പ്രശ്നം ഈ പാർക്കിങ്ങും ഗതാഗതത്തിൻ്റെ പ്രശ്നം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ റവന്യൂ മിനിസ്റ്ററുടെ കല്യാണത്തിന് ഉൾപ്പെടെ പോയപ്പോൾ വലിയ രൂപത്തിലേക്കുള്ള ഗതാഗത കുരുക്കും പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അത് ലാൻഡ് അക്വിസിഷൻ നടപടികൾ ഉൾപ്പെടെ ഏറ്റെടുത്ത് അത്തരം പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ദേവസ്ഥത്തിൻ്റെ ഒരു യോഗത്തിൽ ഞാൻ തന്നെ പങ്കെടുത്തിരുന്നു. അപ്പോൾ പാർക്കിങ്ങിന് സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള അക്വിസിഷൻ നടപടികൾ 9 മാസം കൊണ്ട് പൂർത്തീകരിക്കണമെന്ന് തഹസിൽദാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. തഹസിൽദാർ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് യോഗം നടന്നത്. അതുകൊണ്ട് അത് 9 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കണം എന്നാണ് നിർദ്ദേശം ഉണ്ടായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഗുരുവായൂർ MLA എനിക്കൊരു പരാതി തന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഏറ്റെടുത്ത സ്ഥലങ്ങൾ പലതും കാട് പിടിച്ച് കിടക്കുന്നു, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു വ്യക്തത വരുത്തണം എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ദേവസ്വം ബോർഡ് ചെയർമാനുമായി സംസാരിച്ചിട്ടുണ്ട്, ഭരണസമിതി ചെയർമാനുമായി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് എനിക്ക് നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീ CV ശാന്തകുമാർ. ശബരിമലയിലെ മാസപൂജയ്ക്കും ഒക്കെ പോകാറുള്ള ഒരു ഭക്തൻ കൂടിയാണ്, ആ മണ്ഡലത്തിലെ ഒരംഗം കൂടിയാണ്. അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഒന്നും യാഥാർത്ഥ്യമല്ല സാർ. തീർച്ചയായിട്ടും നമ്മൾ പമ്പ മുതൽ സന്നിധാനം വരെ പോകും, മരക്കൂട്ടം വരെയുള്ള കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്ത പാതകൾ അവിടെ ഈ മഴവെള്ളമേറ്റ് തെന്നി വീണ് നിരവധി ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് സാർ. അതിന് ശാശ്വത പരിഹാരം കാണുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ. അതുപോലെ പൊന്നമ്പലവാസൻ്റെ മണ്ഡപത്തിൽ പല സൈഡിലും ഹോളുകൾ ഇട്ടിരിക്കുകയാണ് സാർ. കാരണം അടിസ്ഥാനമായി കാണുമ്പോൾ അവിടെ ഹോളുകൾ ഇട്ടിരിക്കുന്ന സ്ഥിതിയിലേക്ക് സ്വർണ്ണക്കൊള്ള അത് അന്വേഷിച്ച് അതിൽ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളായ മുഴുവൻ കുറ്റവാളികളെയും രംഗത്ത് കൊണ്ടുവരാൻ ഈ ഗവൺമെൻറ് സത്വര നടപടി സ്വീകരിക്കണമെന്ന്. മിനിസ്റ്റർ. സാർ, ഇവിടെ ശബരിമലയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി ഇത്തവണത്തെ ദർശനം വളരെ സുഗമമാക്കുന്നതിന് വേണ്ടി ഈ 9-ാം തീയതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു യോഗം അന്ന് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ ജില്ലയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട MLA-മാർക്കും ഗവൺമെൻറ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണക്കത്ത് അയക്കുന്നതാണ്. ആ യോഗത്തിൽ വെച്ച് ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം ഭംഗിയായി നടത്തിക്കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതാണ്. തവണ വളരെ നേരത്തെ തന്നെ അത് ഒരുക്കുകയാണ്. ഇനി അടുത്ത മാസം വീണ്ടും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇത് സംബന്ധിച്ച ഫൈനൽ ചർച്ച പമ്പയിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ശബരിമലയുടെ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് സാർ അങ്ങേക്ക് അറിയാം, അത് SITയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ആ അന്വേഷണത്തിൽ സർക്കാരിന് ഇടപെടാനുള്ള അവകാശമില്ല. ഹൈക്കോടതിയിൽ പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് ചാർജ് ഷീറ്റ് കൊടുത്തതിന് ശേഷം സർക്കാരിനോട് അഭിപ്രായം ചോദിക്കുമ്പോൾ സർക്കാർ അഭിപ്രായം രേഖപ്പെടുത്തുന്നതാണ്. ശ്രീ KK രാമചന്ദ്രൻ. ദേവസ്വം ബോർഡുകളിലെ ക്ഷേത്രങ്ങളിലെ ശാന്തിക്കാരും കഴക്കാരുമായിട്ടുള്ള ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകുന്നതിൽ ചില പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്.
അതിൽ പ്രധാനമായും ഇവരുടെ സർവീസ് കാലയളവ് നിജപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള രേഖകൾ ലഭ്യമല്ല എന്നതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അത് കമ്പ്യൂട്ടറൈസേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമോ? അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രങ്ങളിലെ വഴിപാടുകൾക്കായിട്ടുള്ള പൂവുകൾ കാലാനുസൃതമായ പൂവിൻ്റെ വില വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമോ? മിനിസ്റ്റർ. ഇതിൻ്റെ ഈ ദേവസ്വം ബോർഡിൻ്റെയൊക്കെ അതിൽ അവരുടെ വരുമാനം അനുസരിച്ചാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കൊച്ചി തിരുവിതാംകൂർ ദേവസ്വം ബോർഡുകൾക്ക് അതിൻ്റേതായിട്ടുള്ള വരുമാനം, കൊച്ചി ദേവസ്വം ബോർഡിന് അത്രയില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ശബരിമല മാത്രം നല്ല കാര്യങ്ങൾ നന്നായി നടത്തിക്കൊണ്ടുള്ള സംവിധാനമുണ്ട്. അതേ സമയത്ത് മലബാറിന് മാത്രമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രയാസമുള്ളത്. മലബാർ ദേവസ്വത്തിന് സർക്കാർ ഒരു വർഷം 38 കോടിയോളം ഗ്രാൻഡായിട്ട് നൽകുന്നുണ്ട് മലബാർ ദേവസ്വത്തിൻ്റെ ഈ സാമ്പത്തിക പ്രയാസം കാരണം. അതോടൊപ്പം തന്നെ ഈ കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനെ ഈ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഓൺലൈൻ ആക്കാൻ വേണ്ടി ദേവസ്വം ബോർഡുകളുടെ അഭിപ്രായം അനുസരിച്ച് സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് മറ്റു കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ അവിടെ ബുക്ക് ചെയ്യാനും വഴിപാട് ബുക്ക് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള സംവിധാനത്തിലാണ് ഈ സംവിധാനം സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ശ്രീ വിഷ്ണുമോഹൻ. ഈ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ക്ഷേത്ര കലാകാരന്മാരുടെ തസ്തികകളിൽ നിയമനം നടത്തിയതിനെ സംബന്ധിച്ച് ഒട്ടനവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും നിലനിൽക്കുകയാണ് സർ. അതുകൊണ്ട് തന്നെ ക്ഷേത്ര കലാകാരന്മാരുടെ തസ്തികകളിൽ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്ര കലാപീഠങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകുകയും അതിൻ്റെ ക്ഷേത്ര കലാപീഠങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ യോഗ്യത നിർണ്ണയിക്കുന്ന തരത്തിൽ ഒരിടപെടിയിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമോ എന്നുള്ളതാണ് സർ. ഇവിടെ ഈ ദേവസ്വം റിക്രൂട്ടിംഗ് ബോർഡിൻ്റെ കാര്യത്തിൽ ഗുരുവായൂർ ദേവസ്ഥയിൽ മാത്രമാണ് ഒരു വിധി അവർക്കെതിരായി വന്നിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും എതിരായിട്ടുള്ള അങ്ങനെ വിധികളോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. പക്ഷേ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അവരുടെ അവകാശങ്ങളെ, അതായത് ദേവസ്വം ബോർഡ് ഇപ്പോൾ പരാതി പോയിട്ടുണ്ട്. ഇപ്പോൾ അത് സുപ്രീം കോടതിയിൽ ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് 2-3 ദിവസത്തിനും വിധി വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റു കാര്യങ്ങൾ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് പഠിച്ച് അതിൻ്റെ തീരുമാനം സർക്കാർ എടുക്കാം. ശ്രീ ബി മുരളീധരൻ. ശബരിമല മാസ്റ്റർ പ്ലാൻ ഏറെക്കാലമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത്തവണത്തെ ബജറ്റിൽ ശബരിമലയെ തിരുപ്പതി മാതൃകയിൽ വികസിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ സന്നിധാനത്തിലെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ഡെവലപ്മെൻറ്റിനും ചില പരിമിതികളുണ്ട്, ഒരു പരിധിയിൽ കൂടുതൽ സാധ്യമല്ല. അതേസമയത്ത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വൈഷ്ണവദേവി പോലെയുള്ള തീർത്ഥാടന ക്ഷേത്രങ്ങളുണ്ട്. അവിടെ വൈഷ്ണവദേവിയിൽ ഇതേപോലത്തെയുള്ള പരിമിതികളുണ്ട്. അപ്പോൾ അവിടെ താഴെയുള്ള കാട്ടറയിലാണ് എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നത്. ഈ മാതൃകയിൽ നമ്മുടെ നിലക്കലിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു ബേസ് സ്റ്റേഷൻ എന്നുള്ള നിലയിൽ നിലക്കൽ വികസിപ്പിച്ചു കഴിഞ്ഞാൽ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാനും സർക്കാരിനും ദേവസ്വം ബോർഡിനും സാധിക്കും. അത്തരത്തിലുള്ള ആലോചനകൾ മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ആലോചന നടക്കുന്നുണ്ടോ? യെസ് മിനിസ്റ്റർ. സന്നിധാനം വരെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷേ ബഹുമാനപ്പെട്ട അംഗം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശബരിമലയുടെ കാര്യത്തിൽ എല്ലായ്പ്പോഴും ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും സർക്കാർ തീരുമാനങ്ങൾക്കും ദേവസ്വം ബോർഡ് തീരുമാനങ്ങൾക്കും എതിരായിട്ടാണ് പലപ്പോഴും വരുന്നത്. ഇപ്പോൾ ശബരിമലയിൽ എങ്ങനെ തൊഴുകണം എന്നുള്ള ഡയറക്ഷൻ പോലും ഹൈക്കോടതിയിൽ നിന്നാണ് വരുന്നത്. അത് ഒരു കോടതിയോട് ബഹുമാനമുള്ളതുകൊണ്ട് നമ്മൾ പ്രതികരിക്കുന്നില്ല എങ്കിലും ദേവസ്വം ബോർഡുകൾക്കോ സർക്കാരിനോ അല്ല ഇപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ തീരുമാനം, എല്ലാം കോടതി മുഖാന്തരമാണ്. അതാണ് ഇപ്പോൾ ശബരിമലയുടെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. എങ്കിലും ഭക്തജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ഈ മാസ്റ്റർ പ്ലാനിൽ നിലയ്ക്കൽ മുതൽക്കുള്ള സംവിധാനം ഞങ്ങളുണ്ടാക്കും.